കടായി ചിക്കൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു സംഭവം ഓർത്തത്. വീട്ടിൽ കടായി ഇല്ലല്ലോ എന്ന്. അപ്പം എന്താ ചെയ്യുക? വിചാരിച്ചത് നടന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ. കടായി ഇല്ലാണ്ട് കടായി ചിക്കൻ ഉണ്ടാക്കിയാലോ? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനും ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞ് വറ്റൽമുളക് ഇട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാവേ. വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചിക്കൻ വറുത്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില. പിന്നെ രണ്ടാമത്തെ കാര്യം, ക്യാപ്സിക്കത്തിൻ്റെ ഓനിയൻ്റെ ഫ്ലേവർ ആ ഓയിലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ചിക്കനിൽ വന്നോളും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ച് വയ്ക്കുക. അതുപോലെ തന്നെ കുറച്ച് സബോളയും അരച്ച് വയ്ക്കുക കേട്ടോ. ഏകദേശം നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ. ഒന്ന് അടച്ച് കൊടുത്ത് വേവിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കടായി ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ കടായി ചിക്കൻ വയ്ക്കാമെന്ന്. അതൊരു സീക്രട്ടാണേ. അപ്പോൾ നമുക്ക് കടായി മസാല ഉണ്ടാക്കിയാലോ? ഒരു പാനിലോട്ട് മല്ലി, വറ്റൽമുളക്, ചെറിയ ജീരകം, പെരുംജീരകം, പിന്നെ ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി മാറ്റി ലക്ഷ്യം കൂടി ഇട്ട് കൊടുക്കണേ. സംഭവം സെറ്റാണ്. അപ്പം ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു നല്ല മസാലയുടെ ഫ്ലേവർ വരും. അപ്പോൾ എടുത്ത് മാറ്റിക്കോട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മിക്സിയിൽ ചൂടാറി കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. പരുവത്തിലൊന്ന് പൊടിച്ചെടുക്കണേ. പൊടിച്ച് വെച്ചേക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പേസ്റ്റൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഏകദേശം ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ തക്കാളിയും കുറച്ച് പച്ചമുളകും ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിയുമ്പോഴേക്കും അരച്ച് വെച്ചേക്കുന്ന കടായി മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ആ മസാലയിലോട്ട് നമ്മുടെ ചിക്കൻ അങ്ങ് തട്ടി കൊടുക്കാം. ആ ചിക്കനും മസാലയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം മസാല മൊത്തം ചിക്കനിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി ആക്കണ്ടേ. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായത് അതും കൂടിയും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമേ വേവിച്ച് വെച്ചേക്കുന്ന സബോളയും ക്യാപ്സിക്കും വറ്റൽമുളകും കൂടി ഒന്ന് തട്ടി കൊടുക്കാവേ. അതിൻ്റെ മേലോട്ട് കുറച്ച് പശുവും പാലും കാഷ്നട്ട് പേസ്റ്റും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഒരു കടായി ചിക്കൻ്റെയൊക്കെ കളർ വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ സംഭവം സെറ്റ്. എല്ലാവരും പറഞ്ഞു ഗാർണിഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയല്ലേ, കുറച്ച് ഗാർണിഷൊക്കെ ഇടുന്നു. പിന്നെ ഒന്നും നോക്കിയില്ലെന്നേ, കടായി മസാലയുടെ പൗഡർ ഇരിക്കണ്ടായി, അതും കുറച്ചിട്ടു. കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടു. 3-4 വറ്റൽമുളക് ഒന്ന് ചൂടാക്കി ഒഴിച്ചെടുത്തു. സംഭവം സെറ്റ്. നമ്മളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നേ, ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാം.